ഈ എന്തായിരുന്നു കേസ്? കേസ് വൈഫിനായിട്ടുള്ള വിഷയമാണ്. ആ എനിക്ക് നിലവിൽ കേസുണ്ട്. ആ തൊട്ടടുത്തുള്ള അബൂബക്കറിന് ദൂരെ കേസുണ്ട്. ആ അപ്പം അതാണ് പ്രശ്നം. ആ അപ്പം തൊട്ടപ്പുറത്ത് വീട്ടിൽ മരണം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മയാണ് മരിച്ചത്. ആ എൻ്റെ സ്വന്തം ഉമ്മനെ പോലെ തന്നെയാണ്. ആ ആ മരണ വീട്ടിലത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന പാട് വീട്ടിലേക്ക് കയറിയ പാട് തന്നെ ഒരു പോലീസുകാരന് വീടിൻ്റെ പടിക്ക് ഗേറ്റ് അവിടെ നിന്നിട്ട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, സാധാ ഡ്രസ്സിൽ അബൂബക്കറല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. താനൊന്ന് പുറത്തേക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഏതെങ്കിലും മരിച്ച വീട്ടിൽ വന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും, ചിലപ്പോൾ എന്നെ അറിയുന്ന ആൾക്കാരായിരിക്കും എന്നൊക്കെ. ഞാൻ കാരണം നാട്ടിലൊക്കെ ചെറുതായിട്ടൊക്കെ പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ചിലപ്പോൾ ഒന്ന് അന്വേഷിച്ച് വന്നാൽ വിചാരിക്കും. ഞാൻ പുറത്തേക്ക് ഗേറ്റ് തുറന്ന് പുറത്ത് വന്നാൽ പറഞ്ഞ് തൻ്റെ ഭാര്യ തന്ന പരാതിയിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു, പോലീസ് എന്ന് പറഞ്ഞു. വൈഫ് അങ്ങനെ കേസ് തന്നത് ഞങ്ങളിങ്ങനെ ഞാൻ കോടതി പോകലുണ്ടല്ലോ, ഹാജരാവലുണ്ടല്ലോ. അപ്പം പറഞ്ഞ് തനിക്ക് ഹാജരായിട്ടില്ല, വാറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവന് എന്നെ കൊണ്ടുപോയി. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള കേസൊന്നും ഇല്ല. കാരണം ഞാൻ കേസ് എന്താ സ്ത്രീധനം എടുത്തിട്ട് ചെലവാക്കിയതേ, അതാണ് പരാതി. അപ്പം അതിനാണ് വന്നിട്ട് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ അറിയുന്ന പോലീസുമാരൊക്കെ ഉണ്ട് അവിടെ. എന്നെ ആദ്യം മുൻകൂട്ടി പറഞ്ഞില്ല. പക്ഷേ ഞാൻ അവരോടൊക്കെ പറഞ്ഞ് ഞാൻ പ്രതിയല്ല സാറേ, ഞാൻ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു, 4 നാളും വന്നിട്ടുണ്ടായിരുന്നു. ഈ പിടിച്ച പോലീസുകാരനൊക്കെ എന്നെ അറിയില്ല. എന്നെ പരിചയമുള്ള പോലീസന്മാർ ഡ്യൂട്ടി ചേഞ്ച് ആവുന്ന സമയമാണ്. അവർ പറഞ്ഞ് അവിടെ നിൽക്ക്, CI വന്നിട്ട് എന്താ പറയണം നോക്കിയിട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അവർ ഡ്യൂട്ടി എന്നെ അറിയുന്ന ആൾക്കാർക്ക് കഴിഞ്ഞു പോയി. രാത്രി സമയത്ത് ഈ നമ്മൾക്ക് ടെസ്റ്റൊക്കെ ചെയ്യണമല്ലോ, ഇപ്പോൾ കോടതി കൊണ്ടുപോകണമല്ലോ. അപ്പോൾ 3 പോലീസന്മാർ ജീപ്പി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. അവരോടും പറഞ്ഞു സാറേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാനുമായിട്ട് ബന്ധമില്ലാത്ത കേസാണത്. അവർ ടെസ്റ്റൊക്കെ ചെയ്ത് കാലത്തുണ്ടാക്കി നേരെ കുടുംബ കോടതി കൊണ്ടുപോയി തിരൂർ. ജഡ്ജി ചോദിച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. ഞാൻ പറഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ സ്വർണം കൊടുക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു സ്വർണം കൊടുക്കാനുണ്ട്. എന്നാൽ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞ് എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ ഇപ്പോഴുണ്ട്. എൻ്റെ വൈഫിനെ സംഗതി ഞാൻ 12 പവൻ സ്വർണം കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് പ്രയാസമുണ്ട്, കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയിട്ട് തവന്നൂർ ജയിലിൽ കൊണ്ടിട്ട് 3 ദിവസം ജയിലിൽ ഇട്ടു. അങ്ങനെ 3 ജയിലിൽ. താങ്കൾ എന്തിനാ അപ്പൊ പറഞ്ഞത്? ചോദിച്ചു പറയണ്ടേ ഇത് എന്റെ ഭാര്യ വേറെയാണ്? അല്ല, അത് ആ സമയത്ത് എനിക്കറിയില്ല. അപ്പോഴും ഞാൻ